ഹായ് ഹലോ. അപ്പോൾ ഈ പാത്രം എടുത്ത് വെച്ചിരിക്കുന്നത് ഇന്നൊരു രാവിലത്തെ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ്. ഇന്ന് അരിയൊന്നും വെള്ളത്തിയിട്ടിട്ടില്ലായിരുന്നു, അപ്പോൾ അപ്പത്തിനൊന്നും ആട്ടി വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഒന്ന് ചേട്ടന് കൊടുത്തു വിടാൻ വേണ്ടി ഒരു നമ്മുടെ ബ്രെഡും ഒന്ന് മുട്ടയുടെ ചേർത്ത് ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതിൽ മുട്ടത്തോടൊക്കെ വേണമെങ്കിൽ നിങ്ങളൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല, കാരണം ഞാനിത് അത്യാവശ്യം നല്ല കഴുകിയിട്ടാണ് കേട്ടോ മുട്ടയൊക്കെ എടുത്തത്. അപ്പോൾ ആ തോട് കിടന്നാലും കുഴപ്പമില്ല. ഇത് ഞാൻ ഒറ്റക്കൈ കൊണ്ടാണ് പൊട്ടിച്ചപ്പം വീണതാണ് കേട്ടോ. അപ്പോൾ ക്യാമറ ഞാൻ പിടിച്ചേക്കുന്നതാണ്, അപ്പം അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് വേണ്ടി എടുക്കാൻ പറ്റിയത്. പിന്നെ ഇത് കുറച്ചൊക്കെ എടുക്കാൻ ഞാൻ ബുദ്ധിമുട്ടുന്നുണ്ട്, പക്ഷെ ഞാനത് എടുത്ത് കളഞ്ഞു കേട്ടോ. ഞാനത് സിമ്പിളായിട്ട് ഒന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 മുട്ടയാണ് ഞാൻ എടുക്കുന്നത്. ഇതിന് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ബ്രെഡ് കുറച്ച് മധുരമുള്ളതാണ്. പിന്നെ നല്ല സോഫ്റ്റ് ബ്രെഡും കൂടെ ആയതുകൊണ്ട് പിന്നെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാനിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സ്പൂൺ വെച്ചാണ് കേട്ടോ ബീറ്റ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ കുഴപ്പമില്ല, നന്നായിട്ട് നമുക്ക് പതഞ്ഞ് കിട്ടും. പിന്നെ നമ്മുടെ മുട്ട ഒന്ന് ആ ഒരു ഓംലേറ്റ് എനിക്ക് കൊണ്ടുവന്ന്, ഓംലേറ്റ് അല്ല, ഒന്ന് പട്ടത്തിനിങ്ങനെ എടുത്തിട്ട് ചെയ്തെടുക്കാനാണ്. ഇത് നല്ല സോഫ്റ്റ് ബ്രെഡായിരുന്നു. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. പച്ച മിക്കുള്ള ദിവസം വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പോൾ എനിക്ക് ബ്രെഡ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചില ദിവസങ്ങളൊക്കെ അവിടെ പോയിട്ട് വരുന്ന സമയത്ത് 2 കവർ വാങ്ങിക്കും, പക്ഷേ ഇന്നലെ ഒറ്റ കവറേ വാങ്ങിച്ചുകൊണ്ട് വന്നോളൂ. അപ്പം ഇന്നലെ കുറേ സമയം അവിടെ ബസ്സൊക്കെ കാത്തിരുന്നു. ഇന്നലെ പൊങ്കലൊക്കെ ആയതുകൊണ്ട് ഭയങ്കര സീനായിരുന്നു. രാവിലെ 11 മണിക്ക് ചെന്നാൽ ഞാൻ വന്നത് തന്നെ 4:30 കഴിഞ്ഞിട്ട് എത്തിയപ്പോൾ. പക്ഷേ ബസ്സൊന്നും ഇല്ലായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് ബസ്സൊന്നും വിട്ടില്ല. പിന്നെ ഏതൊക്കെ ബസ്, പക്ഷേ നമ്മുടെ പത്തനംതിട്ട ബസ്സൊന്നും കിട്ടിയില്ല. പക്ഷേ നമ്മുടെ അടൂര് അങ്ങോട്ടേക്കുള്ള ബസ് ഉണ്ടായിരുന്നു. കുറേ സമയം അവിടെ അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ആയൂർ ബസ്സിൽ കയറിയാണ് ഞാൻ വന്നത്. ആയൂരിൽ നിന്ന് വന്ന് പിന്നെ പുനലൂർ ബസ്സിൽ കയറി, അവിടെ നിന്ന് പത്തനംതിട്ട ബസ്സിൽ കയറിയാണ് ഞാൻ കലഞ്ഞൂർ ഇറങ്ങിയത്. അപ്പം ഞാൻ ബുൾസനൊക്കെ ഉണ്ടാക്കി, ബുൾസനൊക്കെയല്ല, നമ്മൾ ഓംലെറ്റിൻ്റെ ചെറിയൊരു വട്ടം ഉണ്ടാക്കിയിട്ട് അതിൽ ബ്രെഡ് വെച്ച് കൊടുക്കുന്നതാണ്. അതാകുമ്പോൾ നമുക്ക് മുട്ട നന്നായിട്ട് കിട്ടും. പിന്നെ ഇതായിരിക്കും നല്ലത്. മറ്റേ മുക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. എനിക്കിങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. അതാകുമ്പോൾ 2 വശത്ത് നന്നായിട്ട് മുട്ട പിടിച്ച് നല്ലൊരു ഇത് കിട്ടും. അപ്പം നമുക്ക് നന്നായിട്ട് കിട്ടുകയും ചെയ്യും. അത് ഉൾഭാഗം വെന്തില്ല എന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് അതൊന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ. ആ ഉണ്ടാക്കുന്ന തവി വെച്ചൊന്ന് അമർത്തി കൊടുക്കുമ്പോൾ അകഭാഗം കൂടെ ഒന്ന് പൊരിഞ്ഞ് കിട്ടും. അപ്പോൾ 2 മുട്ട എടുത്തതിൽ നമ്മുടെ 3 ബ്രെഡിനുള്ളതായിട്ടുണ്ട്. പിന്നെ ഇന്നലെ കൊണ്ടുവന്ന സമയത്ത് തന്നെ ഞങ്ങൾ ചായയൊക്കെ ഇട്ടപ്പോൾ കഴിച്ചായിരുന്നു. പിന്നെ ബാലൻസ് വന്ന മുട്ട എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞൊരു കഴിക്കാൻ എന്തുണ്ടെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഒന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ബ്രെഡ് ഇരിക്കേണ്ടേ, നീ എനിക്ക് ബ്രെഡിൽ എന്തെങ്കിലും ഉണ്ടാക്കി തരാമല്ലോ. അങ്ങനെ ബ്രെഡിലുണ്ടാക്കിയതാണ്. അപ്പോൾ ചേട്ടന് എന്തെങ്കിലും കഴിക്കാൻ മതി. ദോശയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരെണ്ണം, അതായത് ഒരെണ്ണം, അപ്പം വരുന്നാലും ഒരെണ്ണം ഉണ്ടാക്കത്തുള്ളൂ. പിന്നെ ചപ്പാത്തിയാണ് ചേട്ടന് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അതൊക്കെ ചപ്പാത്തി ഉണ്ടാക്കിയാൽ 3 കഴിക്കുന്നു. ഇതൊക്കെ ആകുമ്പോൾ 2 കഴിച്ചിട്ട് പോകും. അങ്ങനെ ഞാൻ വിചാരിച്ചു വിശന്ന് പോകണ്ട എന്ന് വിചാരിച്ച് രാവിലെ എണീറ്റ് ഉണ്ടാക്കി കൊടുത്തേന്. പിന്നെ ഇവിടെ 9 മണിയാകുമ്പോഴേ പാല് വരത്തുള്ളൂ. അപ്പം ഇപ്പോൾ ചേട്ടൻ എണീറ്റ്, ചിലപ്പോൾ ഞാൻ എണീറ്റപ്പോൾ 8:30 ആയിരുന്നു. അപ്പം ആ സമയത്ത് വേറെ ഒന്നും ഉണ്ടാക്കില്ലല്ലേ, അതുകൊണ്ട് ഇത് നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാൻ അധികം വലിയ താമസമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇതിട്ട് ഇങ്ങനെ എടുത്താൽ മതി. പിന്നെ ഞാൻ ഈ തടിയിൽ നമ്മുടെ തവി കൊണ്ട് ഇട്ടപ്പോൾ പറ്റണില്ല. പിന്നെ ഞാനത് ചെറിയ സ്പൂൺ കൊണ്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ നന്നായിട്ട് അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉൾഭാഗം നന്നായിട്ട് വെന്ത് വരാനാണ്. അല്ലെങ്കിൽ നമ്മളത് കഴിക്കുമ്പോൾ ഒരുമാതിരി ഒരു നനവാണൊക്കെ തോന്നുന്നു. പക്ഷെ നമുക്ക് ഉൾഭാഗം വേവാത്തതുകൊണ്ട് മുട്ടയുടെ ചെറിയൊരു ടേസ്റ്റ് വരും, പച്ചമുട്ടയുടെ ടേസ്റ്റ് വരും. അപ്പം ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇത് അവസാനത്തെ ഇതാണ് കേട്ടോ. ഇത് എനിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അവസാനം വന്ന് ഇത് വെച്ച് ഞാൻ ഉണ്ടാക്കി അതങ്ങ് അടച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്ത് എനിക്ക് കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് വെച്ചാൽ പാല് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട്, ഇവിടെ 9 മണിക്കല്ലേ പാല് വരുന്നത്, പാലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ചായ ഇടുന്നുണ്ട്. അമ്മയ്ക്കൂടെ ഫ്രിഡ്ജ് കേടായതുകൊണ്ട് നമ്മൾ പാല് കാച്ചി വയ്ക്കുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ നമ്മുടെ പൂവൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മുടെ ഈ കുഞ്ഞ് താമരയിൽ 100ാമത്തെ താമര പൂവാണെന്ന് തോന്നുന്നില്ല. അഡീഷണലായിട്ട് 2-3 മൊട്ട് വന്നിരിക്കില്ലേ. ഇത് 2 ഇപ്പം നമ്മുടെ താമര വാങ്ങിച്ചിട്ട് തന്നെ 3-4 മാസമായി കാണാം. ആ മാസത്തിൽ 1 മാസം ആയ സമയം തൊട്ട് പൂക്കാൻ തുടങ്ങിയതാണ്. ഇതുവരെയ്ക്കും പൂ നിന്നിട്ടേ ഇല്ല, എപ്പോഴും പൂത്തുകൊണ്ടേ നിൽക്കുക ചെറിയ പൂവിന്. പിന്നെ നമ്മുടെ ബന്ധിച്ചെടികളൊക്കെ എല്ലാം പൂത്തിപ്പോണ്ട് ഞാനിന്ന് വെള്ളം ഒഴിച്ചൊന്നുമില്ല കേട്ടോ. ഇന്ന് നല്ല വെയിലായിരുന്നു, പിന്നെ തിരക്കൊക്കെ ആയിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ ഫുള്ളും കരിയാണ് കേട്ടോ. അത് ഞാൻ കലം തേച്ച് കഴിയുമ്പോൾ കരിയാണ്, ഞാനത് ശ്രദ്ധിച്ചില്ല. പിന്നെ നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് ഇടയ്ക്ക് വന്ന സമയത്താണ് കരി ഇരിക്കുന്നത് കണ്ടത്.
പിന്നെ ഇതൊക്കെ നമ്മൾ സെയിലിങ്ങിന് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. മുമ്പ് ഞാനത് പറഞ്ഞിട്ടില്ലേ, ഇത് 2 കളറിലെ ചെടി മാത്രമേ സെയിലിങ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം നമ്മുടെ പൂക്കളുള്ളതൊക്കെ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഈ തെറ്റിപ്പൂ കാണിക്കുന്നതെന്ന് വെച്ചാൽ അത്യാവശ്യം അടിപൊളി തെറ്റിപ്പൂവാണ് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു പൂത്തിരിക്കുന്നതാണ്, അതുകൊണ്ട് ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ എനിക്കിഷ്ടപ്പെട്ട ലാവൻഡർ കളറിലെ ഇതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചെടിയെല്ലാം കാണിച്ചിട്ട് വന്നപ്പോൾ നമ്മുടെ പാല് ഫുള്ളും തിളച്ചുകൂടെ വീണിട്ടുണ്ട്. ഇനി അതെല്ലാം വൃത്തിയാക്കി എടുക്കണം. പിന്നെ ബാലൻസ് പാലെല്ലാം മാറ്റി വെച്ചിട്ട് എനിക്കും ചേട്ടനും കുടിക്കാനുള്ള ചായ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ചെറിയൊരു ചായ കരണ്ടിയാണ്. അപ്പോൾ അതിൽ ഞാൻ 3 സ്പൂൺ ഇടും. എനിക്ക് നല്ല കറുത്ത ചായ വേണം. അപ്പോൾ ചേട്ടന് കൊടുക്കാനുള്ള ചായ, എനിക്ക് കുടിക്കാനുള്ള ചായയാണ്. നമുക്ക് 2 പേർക്ക് മാത്രം മതി. പിന്നെ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമ്പോൾ അവർക്കുള്ളതാവും. പിന്നെ ഞാൻ ചായ ഒഴിക്കുന്നത് എനിക്കാണ് കേട്ടോ. ഇത് മുമ്പേ കൂട്ടി ഞാൻ ചായ കപ്പിൽ അടിച്ചു വെച്ചതാണ് കേട്ടോ. പിന്നെ ഞാൻ വിത്തൗട്ട് ചായ കുടിക്കുള്ളൂ. ചേട്ടന് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേട്ടനുള്ള ചായ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ അവിടെ കൊണ്ട് വെച്ചാൽ മതി, കൊടുക്കുന്ന ഭക്ഷണം ചീപ്പ് കൊണ്ട് കൊടുത്താൽ മതി. പിന്നെ അതിൽ ഞാൻ എനിക്ക് കഴിക്കാനുള്ള മാഗിക്കുള്ള വെള്ളം എടുത്ത് വെച്ചതാണ് കേട്ടോ. ഞാൻ ഇന്ന് മാഗിയാണ് ഉണ്ടാക്കുന്നത്. മാഗി ഇന്നലെ വന്നപ്പോൾ മാറ്റിക്കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ ഇത് ചേട്ടനുള്ളതായിട്ടുണ്ട്. അപ്പോൾ ചേട്ടനുള്ളത് ടീപ്പ് വെച്ചിട്ട് പോയാൽ മതി. അപ്പോൾ എനിക്കുള്ളത് ഞാൻ ഇന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനുണ്ടാക്കുന്ന സൂപ്പ് മോഡൽ, എനിക്ക് സൂപ്പ് മോഡൽ മാഗി കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ കുറച്ച് വെള്ളം എന്തായാലും അതിൻ്റെ ആ ഗ്രേവി അതിൽ കാണും കേട്ടോ. ഫുള്ള് വറ്റിച്ചെടുക്കത്തില്ല. ഫുള്ള് വറ്റിച്ചെടുക്കുമ്പോൾ എനിക്ക് എന്തോ കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പം ഇങ്ങനെ ഗ്രേവി ഇതുപോലെയൊക്കെ ഉണ്ടായി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇപ്പം ഇതുപോലെയൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടായി കഴിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഞാനും ആ വെള്ളം കാണിച്ചത് എനിക്ക് കുടിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നുണ്ടോ. വെറും വയറ്റിൽ രാവിലെ വെള്ളം കുടിക്കുന്നത് നല്ലതല്ലേ. അപ്പം ഞാൻ ഈ മാഗി ഇങ്ങനെയൊക്കെ ഉള്ളത് കഴിക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. അതാകുമ്പോൾ നമുക്ക് അധികമായിട്ട് വിശപ്പുണ്ടാവുമല്ലോ. അങ്ങനെ ഞാനിത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനൊരു പ്ലേറ്റിലിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട പിഴുങ്ങിയത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കാണിക്കുന്നത് ടി വി വെട്ടലല്ല കേട്ടോ. ഇത് നമ്മുടെ ഇങ്ങനത്തെ മോഡൽ ടി വി ആകുമ്പോൾ നമ്മൾ ക്യാമറ കാണിക്കുമ്പോൾ വന്നത് ഞാൻ പോക്കിമോൻ കാർട്ടൂൺ കാണുന്നതാണ് കേട്ടോ. ഞാൻ കാണിച്ചിരിക്കുന്നത് എനിക്ക് കഴിക്കാനുള്ള മേഗി എല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ കാണിച്ചത് നല്ല ടേസ്റ്റ് പുഴുങ്ങിയിട്ട് മാഗി ഇതും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ടി വി കട്ടായി കേട്ടോ, റീചാർജ് ചെയ്യலாம். അത് ആദ്യമൊക്കെ നമുക്ക് താഴെ എഴുതി കാണിക്കുമായിരുന്നു. ഞാൻ ഓരോ ദിവസം വന്ന സമയത്ത് എഴുതി കാണിച്ചപ്പോൾ എക്സെപ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തപ്പോൾ പിന്നെ എഴുതി കാണിക്കൊക്കെ നിർത്തലാക്കി. അപ്പോൾ പിന്നെ കുറച്ച് ചവറൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. പിന്നെ നമ്മളിത് മറ്റേ കവറാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ചവറ് കയറിയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നീക്കിയിട്ട് കളയണം. രാവിലെ 10 മണി ആയപ്പോൾ തന്നെ നല്ല വെയിലാണ് കേട്ടോ. ഇവിടെ ഭയങ്കര ചൂടാണ്, ഒട്ടും പറ്റൂല. അച്ഛനാണെങ്കിൽ പിന്നെ ഒട്ടും പറ്റൂല. അച്ഛൻ ഡയാലിസിസ് കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഭയങ്കര ചൂടാണ്. അച്ഛൻ കഴിഞ്ഞിട്ട് വരുമ്പോൾ എല്ലാ ദിവസവും കിടക്കുമായിരുന്നു. ഇപ്പം കുറേ ആഴ്ചകളുണ്ട് അച്ഛൻ കിടക്കണമെന്നില്ല. അപ്പം അപ്പത്തിനല്ല ദോശയ്ക്ക് വേണ്ടി അരിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പം അച്ഛനെയൊക്കെ കഴുകി വന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അടുക്കളയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കാറുണ്ട്. പിന്നെ കുറച്ച് തുണിയും കഴുകാണ്ട്. ഇന്നത്തെ പരിപാടി ഇത്ര ഉണ്ട്. പിന്നെ അമ്മ വന്നിട്ട് കഞ്ഞിക്ക് വെള്ളം ഇടാമെന്ന് പറഞ്ഞു. പിന്നെ അമ്മ വന്ന സമയത്ത് ഞാൻ കഞ്ഞിക്കൊക്കെ വെള്ളം ഇട്ട് അമ്മ പറഞ്ഞ് അരി ഇട്ടാളാന്ന് പറഞ്ഞു. എൻ്റെ തുണിയെല്ലാം കഴുകി വിരിക്കാൻ പറഞ്ഞു. തുണിയെല്ലാം കഴുകി വിരിച്ചു. ഞാനിവിടെ ഫ്രീ ആയിട്ട്